ഹലോ! അങ്ങനെ സുഗമോദേവിയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ്. അതെ കൂട്ടുകാരെ, നമ്മുടെ തനുജ ഇനി പ്രഭാവതിക്കൊപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തായാലും അത് വിശ്വസിച്ചേ പറ്റൂ. ഈ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരും ജനങ്ങളും നമ്മുടെ ചന്ദ്രമതിയും തനുജയും എല്ലാവരും അറിയുകയാണ്. അപ്പൊ സിദ്ധാർത്ഥൻ സാറല്ല തന്റെ അച്ഛൻ, പകരം ബലരാമനാണ് എന്നുള്ളൊരു കാര്യം നമ്മുടെ തനുജ അറിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു രഹസ്യം നമ്മുടെ ചന്ദ്രമതിയും ത്യാഗരാജനും അറിഞ്ഞ പാടെ നമ്മുടെ ത്യാഗരാജൻ ഇപ്പോഴേ നമ്മുടെ തനുജയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? അപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ തനുജയെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. അതൊരിക്കലും താൻ വിശ്വസിക്കില്ലെന്ന് തന്നെയാണ് നമ്മുടെ ചന്ദ്രമതി ഇപ്പോഴും പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വാർത്ത പരന്നതിന് ശേഷം നമ്മുടെ തനുജയെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് അകറ്റി നിർത്തുന്നുണ്ട്. പണ്ടത്തേന്റെ 10 പോലും സ്നേഹം കാണിക്കുന്ന പോയിട്ട് ആ ഒരു പരിഗണന പോലും നമ്മുടെ തനുജയ്ക്ക് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ തനുജയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. താൻ ചന്ദ്രോത്ത് കുടുംബത്തെ വെറുതെ ദ്രോഹിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം, സിദ്ധാർത്ഥൻ സാറ് നന്മയുള്ളവനാണ് എന്നുള്ളൊരു കാര്യം. അങ്ങനെ നമ്മുടെ തനുജ സിദ്ധാർത്ഥനെ പുറത്തിറക്കാൻ വേണ്ടി നമ്മുടെ പ്രഭാവതിക്കൊപ്പവും നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തിനൊപ്പവും വന്നു ചേർന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് ആ ഒരു സുഗമോ ദേവിയിൽ വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്, പ്രേക്ഷകർക്കൊക്കെ ഒരു ഞെട്ടൽ തന്നെയായിരിക്കും ഇങ്ങനെ സംഭവിക്കുമ്പോൾ അല്ലേ. ആ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കഥാ വഴിത്തിരിവ് തന്നെയാട്ടോ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.